ഹായ്, വെൽക്കം ടു സോഷ്യൽ സയൻസ് പാഠശാല. മത്സര പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സ് സോഷ്യൽ സയൻസ് വിഭാഗങ്ങളിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുവാൻ സോഷ്യൽ സയൻസ് പാഠശാല എന്ന ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. തിക്കിലും തിരക്കിലും പെട്ട് രാജ്യത്ത് മറ്റൊരു അപകടം കൂടി നടന്നിരിക്കുന്നു. ആക്ടർ ടേൺഡ് പൊളിറ്റീഷ്യനായ വിജയുടെ വെളിച്ചം വിളയർ ലെറ്റ് ദർ ബി ലൈറ്റ് എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായി നടത്തിയ റാലിക്കിടെ കരൂർ എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം നടന്നത്. വിജയ് എന്ന നടനെക്കുറിച്ചും കരൂർ എന്ന പ്രദേശത്തെക്കുറിച്ചും PSC ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. 1984 വെട്രി എന്ന സിനിമയിലൂടെയാണ് വിജയ് സിനിമാ രംഗത്ത് എത്തുന്നത്. ബാലതാരമായിരുന്നു തുടക്കം. പിന്നീട് അദ്ദേഹം സൂപ്പർ സ്റ്റാറായി വളർന്നു. ഇളയ ദളപതി എന്നാണ് അദ്ദേഹത്തെ ആരാധകർ വിളിച്ചിരുന്നത്. 2000 ആണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ തമിഴ്നാട്ടിൽ വിജയ്ക്ക് വ്യക്തമായ സ്വാധീനമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ധാരാളം ആരാധകരുണ്ടായിരുന്നു. ഇതാണ് 2009 ഫാൻ ക്ലബ് വിജയ് ആയി മാറിയത്. ഈ ഫാൻ ക്ലബ് വിജയ് 2011 ഇലക്ഷനിൽ AIDMKയെ പിന്തുണച്ചു. സജീവ രാഷ്ട്രീയത്തിലോട്ട് വിജയ് കടന്നു വരുന്നത് 2024 2024 ഫെബ്രുവരി 2 തൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴ് വെട്രി കഴകം അദ്ദേഹം രൂപീകരിച്ചു. രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തമിഴ്നാട് സർക്കാർ കൊടുക്കുന്ന പ്രമുഖമായ പുരസ്കാരമാണ് കലൈമാമണി പുരസ്കാരം. 1954 മുതലാണ് കലൈമാമണി പുരസ്കാരം ഏർപ്പെടുത്തിയത്. 1998 വിജയ് ഈ പുരസ്കാരം നേടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കറണ്ട് അഫയേഴ്സും കൂടി നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതുണ്ട്. 2023 കലൈമാമണി പുരസ്കാരം ഈ അടുത്ത് പ്രഖ്യാപിച്ചു. സിംഗർ ശ്വേതാ മോഹനാണ് പുരസ്കാരം. തമിഴ്നാട്ടിലെ നാമക്കലിന് സമീപം അമരാവതി, കാവേരി, നോയൽ എന്നീ നദികളുടെ തീരത്തുള്ള ഒരു പട്ടണമാണ് കരൂർ. ചരിത്ര പ്രസിദ്ധമാണ് ഈ പട്ടണം. സംഘകാലത്ത് വാഞ്ചി എന്നറിയപ്പെട്ടിരുന്ന കരൂർ ചേര രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു. 1916 കരൂർ ആസ്ഥാനമാക്കി ആരംഭിച്ച പ്രസിദ്ധമായ ഒരു ബാങ്കാണ് കരൂർ വൈശ്യ ബാങ്ക്.